ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ വിനയൻ അവിടെ ബോധം കെട്ടി കിടക്കുകയാണല്ലോ. മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് ബോധം വന്നു. മാത്രമല്ല ഭക്ഷണം വേണമെന്ന് പറയാണ്. വെള്ളം കൊടുത്തതോ കുടുങ്ങിയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പുള്ളിക്കാരൻ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് അനന്തമാഷി വിളിക്കേണ്ട താമസം ഡൈനിങ് ഹാളിലെത്തി ഇരിപ്പുറപ്പിച്ചിട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ചീരുവിന് ആകെ അസ്വസ്ഥത തോന്നുകയാണ്. ചീരു പെട്ടെന്ന് തന്നെ ഈ കാര്യം ഇവൻ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന് പറഞ്ഞല്ലോ. ഉടനെ തന്നെ വിനയൻ്റെ അമ്മയെ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പം എന്താ മോളെ, എന്തിനാ വിളിച്ചത്? വിനയൻ അവിടെ ഒന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് വിനയൻ്റെ അമ്മ ചോദിക്കുകയാണ്. ഇല്ലമ്മേ, പക്ഷേ ഇവിടെ വന്ന് ചെറിയൊരു രഘുവേട്ടനുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. രഘുവേട്ടൻ പതിയെ ഒന്ന് തള്ളിയപ്പോൾ വിനയേട്ടൻ പെട്ടെന്ന് അവിടെ ബോധം കെട്ട് വീണു എന്ന് പറയാം കേട്ടോ. അയ്യോ, എന്നിട്ട് എൻ്റെ മോനെ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ അമ്മ ചോദിക്കുകയാണ്. ഇല്ല അമ്മേ, ഇപ്പം കുഴപ്പമൊന്നുമില്ല. അപ്പം അമ്മയുടെ മോൻ ഇവിടെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയാം കേട്ടോ. അല്ല, ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ മോൻ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? 2 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചില്ല, വളരെ ക്ഷീണിതനായിട്ടാണ് ഇവിടെ കാണപ്പെട്ടത്, അതുകൊണ്ട് ചോദിക്കാമെന്ന് ചീരു പറയാം കേട്ടോ. അത് മോളെ മറ്റൊന്നുമല്ല. അവൻ 2 ദിവസമായിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചില്ല എന്ന് മാത്രമല്ല, പുറത്തുനിന്ന് കഴിക്കാനായിട്ട് അവൻ്റെ കയ്യിൽ പൈസയും ഇല്ല. നിൻ്റെ ഡെലിവറിക്കുള്ള പൈസ ഞാനും അമ്മാവനെ എവിടെന്നെങ്കിലും ഒപ്പിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നിരാഹാരത്തിലാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തേനെ. പക്ഷേ അമ്മാവൻ എന്തായാലും അത് സമ്മതിക്കുന്നില്ല. അതിൻ്റെ പിണക്കത്തിലാണ് അവൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ നടക്കുന്നത്. അവനിങ്ങനെ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ച് കൊടുക്കുന്ന അവൻ്റെ വിചാരം. അതിൻ്റെ ആവശ്യമില്ല അമ്മേ. എൻ്റെ ഡെലിവറിക്ക് ഉള്ള പൈസയ്ക്ക് വേണ്ടിയിട്ടേ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അത് സ്വയം അധ്വാനിച്ചുണ്ടാക്കേണ്ടതല്ലേ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ തന്നെ അമ്മാവനും പറഞ്ഞതെന്ന് പറയാം കേട്ടോ. അങ്ങനെ ചിലങ്ക ഫോൺ വെക്കുകയാണ് കേട്ടോ. ശേഷം നമ്മുടെ വീനയും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അനന്തമാഷിനോട് പറയാണ്, അച്ഛാ എനിക്ക് ചീരുവിനെയും മക്കളെയും ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ടെന്ന്. ആ സമയത്ത് അനന്തമാഷിന് അത് എതിർക്കാനും പറ്റിയില്ല കേട്ടോ. ഞാൻ പിന്നെ വരില്ല അച്ഛാ, പിന്നെ ഇനി ചീരുവിൻ്റെ ഡെലിവറി ആകുമ്പോഴേക്കേ വരത്തുള്ളൂ. അതുവരെ ഞാൻ ആരെയും ശല്യം ചെയ്യത്തില്ല. ഞാൻ അവരെ കണ്ട് പെട്ടെന്ന് പൊക്കോളാം എന്ന് പറയാം കേട്ടോ. അങ്ങനെ ശരി, അവർ റൂമിലുണ്ടെന്ന് പറയുകയാണ് അനന്തമാഷ്. അങ്ങനെ ആ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ വിനയൻ. അപ്പോൾ ചീരു ആണെങ്കിൽ മക്കളെയും കെട്ടിപ്പിടിച്ച് ഇരിക്കുകയായിരുന്നു. വിനയനെ കണ്ടതും ചീരു അസ്വസ്ഥയാവുകയാണ് കേട്ടോ. നീ പേടിക്കേണ്ട ചീരു, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതൊന്നും അല്ല, കുട്ടികളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയാം കേട്ടോ. നിൻ്റെ ഡെലിവറിക്കുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് ഞാൻ എന്നൊക്കെ പറയാം കേട്ടോ. അത് എൻ്റെ ഡെലിവറിയുടെ കാര്യം ഓർത്ത് നിങ്ങൾ നെട്ടോട്ടം ഓടേണ്ട കാര്യമൊന്നുമില്ല. ആ പണം നിങ്ങൾ ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ ഡെലിവറിക്കുള്ള പൈസ 1 രൂപ പോലും നിങ്ങൾ ചിലവാക്കണ്ട. എൻ്റെ അമ്മയും പറഞ്ഞത് മറ്റുള്ളവരോട് കടം വാങ്ങി നിൻ്റെ പ്രസവ ചെലവ് നടത്തുന്നതിലും നല്ലത് സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു കുഞ്ഞുടുപ്പെങ്കിലും കുഞ്ഞിന് വാങ്ങിക്കൊടുക്കുന്നതാണ് കേട്ടോ. അത് തന്നെയാണ് നല്ലതെന്ന് ചിലങ്കയും പറയാം കേട്ടോ. ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്നൊരു ജോലി കണ്ടെത്തും എന്നൊക്കെ പറയാം കേട്ടോ. എനിക്ക് മറ്റൊരു ചിന്തയുമില്ല. നിന്നെയും മക്കളെയും എൻ്റെ മോനെയും കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറയാം കേട്ടോ. മോനോ? ഇപ്പോഴും നിങ്ങൾ ആൺകുട്ടിയാണെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലേ? അങ്ങനെ എനിക്ക് പ്രതീക്ഷിച്ചൂടെ ചീരു? അതിലെന്താ തെറ്റ്? തെറ്റൊന്നുമില്ല. നിങ്ങളുടെ ആ പ്രതീക്ഷയുടെ ഭാരം എൻ്റെ തലയിൽ ഇടാനാ മതി. ആവശ്യത്തിലധികം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു എന്നൊക്കെ ചീരു പറയാം കേട്ടോ. ഇല്ല ചീരു, നമുക്ക് ജനിക്കുന്നത് ആണായാലും പെണ്ണായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. നമ്മുടെ 3 മക്കളെയും ഒരുപോലെ സ്നേഹിച്ച് വളർത്താം. അങ്ങനെ തന്നെ ഇനി നമ്മൾ വളർത്തത്തുള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ. വേണ്ട, ഇനി ഇതുപോലത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയണ്ട. നിങ്ങളുടെ ഈ കാര്യങ്ങളും നിങ്ങൾ ഇതുപോലെ പ്രതീക്ഷ നൽകുന്ന പല കാര്യങ്ങളും പറഞ്ഞതും എല്ലാം ഞാൻ ഒരുപാട് കേട്ടതാ, ഒരുപാട്. ഇനി ഇതുപോലത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് എന്നെ ഉപദ്രവിക്കാൻ വരരുതെന്ന് പറയാം കേട്ടോ. അതിന് മുന്നേ തന്നെ വിനയൻ ചീരുവിനോട് ചോദിച്ചായിരുന്നു സുഖമല്ലേന്ന്. സുഖമായിരുന്നു, ഇതുവരെ സുഖമായിരുന്നു, ഇപ്പോൾ സുഖമല്ല എന്ന് ചീരു പറയാം കേട്ടോ. ഞാൻ വന്നതുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പം അതേന്ന് തന്നെയാണ് കേട്ടോ ചീരു മറുപടി പറയുന്നത് വിനയനോട്. ദയവ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് പറയാം കേട്ടോ. അങ്ങനെ വിനയ് മക്കളെ കണ്ടു കഴിഞ്ഞ് മക്കളോട് യാത്രയൊക്കെ പറയാം കേട്ടോ. അച്ഛൻ വന്നിട്ട് ഇതുവരെ എൻ്റെ മക്കൾക്ക് ഒന്നും തരാൻ കഴിഞ്ഞില്ല. ഇനി വരുമ്പോൾ അച്ഛൻ മിഠായിയൊക്കെ വാങ്ങിക്കൊണ്ടുവരാം കേട്ടോ. അച്ഛൻ ഇന്ന് തന്നെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് മക്കൾക്ക് മിഠായിയായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വിനയൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഘുവാണ് കേട്ടോ. രഘു ആമിയും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയാണ്. അങ്ങനെ ഒരു മരണം നടന്ന വീട്ടിൽ നിന്ന് പോലീസിനെ അറിയിക്കാതെ നിങ്ങൾ മാറിയതിലുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് പോലീസുകാർ ചോദിക്കുന്നത് കേട്ടോ. അവിടെ എൻ്റെയും മകളുടെയും ജീവന് ഒരു സുരക്ഷിതത്വം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് സുരക്ഷിതത്വം തോന്നിയ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയെന്ന് ആമി പറയാണ്. അപ്പം തന്നെ ആ പോലീസുകാരൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സുരക്ഷയും ദിത്വം തരാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ സുരക്ഷയില്ല എന്നുള്ള കാര്യം നിങ്ങൾ പോലീസിനെ അറിയിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേട്ടതും അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഞങ്ങൾക്ക് അവിടെ സുരക്ഷ ഇല്ലയെന്ന് പോലീസിന് നന്നായിട്ട് അറിയാം.
എങ്ങനെ അറിയാമെന്നാ? നിങ്ങൾ പരാതിയൊന്നും പെട്ടില്ലല്ലോ. പരാതിപ്പെട്ടതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് വിശ്വാസമുള്ളിടത്തേക്കല്ലേ സാർ ഞാൻ മാറേണ്ടതെന്നൊക്കെ ആമി ചോദിക്കാൻ കേട്ടോ. എന്ന് വെച്ചാൽ പോലീസിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് കേട്ടതും രഘു പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെയല്ല സാർ, അവിടെയുള്ളൊരു അവസ്ഥ അങ്ങനെയായിരുന്നു. ഇവരെ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും ചെന്നാൽ അവരെ കൂടി ഗുണ്ടകൾ വളയുന്ന അവസ്ഥയായിരുന്നു. ആ സുദർശൻ്റെ ആൾക്കാർ ഇവരെ അവിടെ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയാം കേട്ടോ. ഓ, അപ്പം രഘു ഇവരുടെ മൊത്തം ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നാണോ? അങ്ങനെയല്ല സാർ, ആമിക്കും കുഞ്ഞിനും തൽക്കാലം കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കും ആ ഒരു സൗകര്യം ഞാൻ ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്ന് രഘു പറയാം കേട്ടോ. ആയിക്കോട്ടെ, അതിനൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങളത് ഞങ്ങളെ അറിയിക്കണ്ടേ? പ്രത്യേകിച്ച് ഇതുപോലൊരു മരണം നടന്ന സാഹചര്യത്തിൽ. പക്ഷേ ഇപ്പം ഞങ്ങൾ അവിടെ തന്നെ നിൽക്കണം എന്നാണ് പോലീസ് പറയുന്നതെങ്കിൽ സുദർശൻ്റെ ഗുണ്ടകൾ ഞങ്ങളെ അവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. മറ്റൊരു വഴിയില്ലെങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞും കൂടെ അത് ആത്മഹത്യ ചെയ്യുന്ന ആമി പറയാണ്ടോ. അത് കേട്ടതും പോലീസുകാരൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ആത്മഹത്യയുടെ വക്കീൽ എത്തിക്കലല്ല പോലീസിൻ്റെ ഡ്യൂട്ടി. നിങ്ങൾക്ക് സംരക്ഷണം തരിക എന്നുള്ളതാണ്. നിങ്ങൾ ഈ പോലീസിൻ്റെ ഈ കേസുമായിട്ട് സഹകരിക്കാനും എപ്പോൾ വിളിച്ചാലും ഇവിടെ ഹാജരാവാനും മൊഴി നൽകാനും തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾക്ക് താമസിക്കാമെന്ന് പറയാം കേട്ടോ. അങ്ങനെയാണ് അവരവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ ഇറങ്ങിയിട്ട് രഘുവിൻ്റെ വണ്ടിയിൽ കയറാൻ പോവാണ് കേട്ടോ. രഘു ആമിക്ക് മുൻപിലെ കാറിൻ്റെ ഡോറിനെ തുറന്നു കൊടുക്കുകയാണ്. ഈ സമയത്താണ് അവിടെ പുറത്തുനിന്ന് ജ്യൂസ് എന്തോ കുടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ വിനയൻ ഇത് കാണുന്നത് കേട്ടോ. രഘുവേട്ടനല്ലേ അത്? കൂടെ ഏതോ ഒരു പെണ്ണ്, അതാരാ? അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും വിനയം റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ കടക്കാരൻ വിളിച്ചു, എടോ പൈസ തരാതെ മുങ്ങുകയാണോന്ന് ചോദിക്കാം കേട്ടോ. ഓ തരാ ചേട്ടാന്ന് പറഞ്ഞിട്ട് വിനയം അകത്തേക്ക് കയറി പൈസ കൊടുത്തിട്ടോ. അപ്പോൾ ചേഞ്ച് അയാൾ എടുക്കുന്നേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമ്മുടെ രഘുവും ആമിയും കൂടി കാറിൽ കയറിട്ടോ. കാറ് കുറച്ച് ബ്ലോക്ക് ആയതുകൊണ്ട് മെല്ലെ മെല്ലെയാണ് നീങ്ങുന്നത്. എടോ ഒന്ന് പൈസ പെട്ടെന്ന് താടോ, ബാലൻസ്, എൻ്റെ വണ്ടി ഇപ്പം പോകുന്നു പറഞ്ഞിട്ട് അങ്ങനെ വിനയൻ അവിടെ നിന്ന് ധൃതിപ്പെടുകയാണ് കേട്ടോ. പക്ഷേ അയാൾ പൈസ എടുക്കാൻ വൈകുകയും ചെയ്തു. നമ്മുടെ രഘുവും ആമിയും പോവുകയും ചെയ്തിട്ടോ. ഓ മിസ്സായി, കുഴപ്പമില്ല. എന്തായാലും രഘുവേട്ടൻ്റെ മസിൽ പവറിന് മുന്നിൽ പിടിച്ചു നിൽക്കാനേ വിനയൻ ഇത് മതി. ദൈവം ഇപ്പോഴും വിനയൻ്റെ ഭാഗത്താന്ന് പറയുന്നത് സത്യമാണ്. രഘുവേട്ടൻ്റെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ തൽക്കാലം എനിക്ക് ഇത് മതി. അങ്ങനെ എന്തായാലും രഘുവിനെതിരെ ഒരു തുറുപ്പുചീട്ട് കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ നമ്മുടെ വിനയൻ. എത്ര കിട്ടിയാലും ഇവൻ നന്നാവുകയല്ല പഠിക്കുകയല്ല എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതേ സമയത്ത് നമ്മുടെ അമ്പിളി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ദാസ് സാറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അമ്പിളി അങ്ങോട്ട് വരുന്നത് കണ്ട ഉടനെ തന്നെ ദാസ് സാറ് അവിടെയുള്ള ജോലിക്കാരീൻ്റെ അടുത്ത് കാര്യമൊക്കെ പറയുന്നുണ്ട്. ആമിയുടെ കുട്ടി ഇവിടെയുള്ള കാര്യം എന്തായാലും അമ്പിളി അറിയണ്ട. പിന്നെ ഇന്നാളൊരു ദിവസം നിൻ്റെ അനിയത്തിയും അതേപോലെ തന്നെ അവളുടെ ഭർത്താവും ഇവിടെ വന്നു എന്നുള്ള കാര്യം അമ്പിളി ചോദിച്ചാൽ പറഞ്ഞേക്കുണ്ടെന്ന് പറയാം കേട്ടോ. അങ്ങനെ പോയിട്ട് കോണിമ്പെല്ലൊക്കെ അടിക്കുകയാണ് കേട്ടോ അമ്പിളി. അപ്പം തന്നെ ദാസാറ് വന്ന് ഡോറ് തുറക്കുകയാണ്. അമ്പിളി നീയോ? നീ എന്താ കോണിമ്പെല്ലൊക്കെ അടിച്ചിട്ട്? നിനക്ക് അങ്ങ് കയറി വന്നാൽ പോരേന്ന് ദാസാറ് ചോദിക്കാം കേട്ടോ. അതല്ല അങ്കിൾ, ഇവിടെ ആരെങ്കിലും ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ എന്താ നിനക്ക് കയറി വരുന്നതിന്? ഇത് നിൻ്റെ വീടല്ലേ മോളെ എന്ന് ചോദിക്കാം കേട്ടോ. അങ്ങനെ വാ, എന്താ ഇപ്പോൾ ഈ വഴിയൊക്കെ? ഒന്നുമില്ല, എനിക്ക് അങ്കിളിനെ ഒന്ന് കാണണമെന്ന് തോന്നി. രഘുവേട്ടൻ ഇവിടെ വന്നിട്ട് പോയോ? എനിക്ക് അവൻ്റെ അടുത്ത് കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൊടുത്തു വിടാനുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ ഇതുവഴി വരാൻ പറഞ്ഞതെന്ന് പറയാം കേട്ടോ. എന്താ നിങ്ങൾ തമ്മിൽ പിന്നെ എന്തെങ്കിലും സൗന്ദര്യപ്പണൊക്കെ ആയോന്ന് ദാസാർ ചോദിക്കാം കേട്ടോ. അങ്ങനെയൊന്നുമില്ല അങ്കിൾ എന്ന് പറയാണ് കേട്ടോ. പിന്നെ അമ്പിളി ചോദിക്കുകയാണ്, അങ്കിൾ ആദിലിൻ്റെ വീട്ടിൽ അവർക്ക് കൊടുക്കാനുള്ള പണം അവരുടെ വീട്ടുകാരെ ഏൽപ്പിക്കണ്ടേ? അക്കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേന്നൊക്കെ ചോദിക്കാം കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടി ആലോചിക്കണം. അവരുടെ വീട്ടിൽ നിന്ന് മറ്റാരും നമ്മളെ കോണ്ടാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ പറയാം കേട്ടോ. അത് കേട്ടത് അമ്പിളി ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ അങ്കിൾ അറിയാതെ എന്തെങ്കിലും രഘുവേട്ടൻ അവരെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ നോക്കുമോ? അതെങ്ങനെയാണ് ഞാൻ അറിയാതെ അവനങ്ങനെ സഹായിക്കാൻ കഴിയുന്നത്? പൈസയൊക്കെ ഞാനല്ലേ കൈകാര്യം ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് അവൻ അത്രയും വലിയൊരു തുക കൊടുക്കാൻ കഴിയുന്നത്? ദാസ് സാർ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്പിളി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനായിരുന്നു അന്ന് ഇവിടെ വന്നിരുന്നത്. അപ്പം തന്നെ വിനയൻ്റെ കാര്യമൊക്കെ ദാസ് സാറ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല വിനയൻ പിന്നെ അവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയായിരുന്നോ? ഇല്ല, രഘുവേട്ടൻ തിരിച്ചു പോകുന്നതും അവൻ്റെ ബോധം പോയി. പിന്നെ അവന് അച്ഛൻ അമ്പലത്തിൽ നിന്ന് വന്ന് വെള്ളമൊക്കെ കൊടുത്തു, അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയതെന്ന് പറഞ്ഞ് ആ കാര്യമൊക്കെ പറയാം കേട്ടോ. അവൻ ഇന്നാൾ ഇവിടെയും വന്നായിരുന്നു. അവൻ്റെ വരവ് കണ്ട് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ അകത്തേക്ക് കയറ്റിയുമില്ല എന്ന് പറയാം കേട്ടോ.
അപ്പം വിനയൻ വന്ന ദിവസം ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം കേട്ടോ. ഗസ്റ്റ് ആരെങ്കിലും? ആ, അതിവിടുത്തെ ജോലിക്കാരി ശാരദേൻ്റെ അനിയത്തിയും ഭർത്താവും വന്നായിരുന്നു. അവരിവിടെ മെഡിക്കൽ കോളേജിൽ എന്തോ ആവശ്യത്തിന് വന്നപ്പോൾ വന്നാന്ന് പറയാം കേട്ടോ. അല്ല, ഇത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ദാസാർ ചോദിക്കാം കേട്ടോ. ആ, അത് പിന്നെ ആ, അങ്ങനെ അമ്പിളി ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വിനയൻ മറ്റെന്തോ കണ്ട് പറഞ്ഞതാണെന്നുള്ളൊരു ധാരണയിൽ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ രഘുവിനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒരു ജോലിയും സെറ്റപ്പും ഒക്കെ എന്താ പറയുക, തരപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇനി വിനയൻ്റെ അടുത്ത ശ്രമം. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ ദാസാറിന് അറിയാമെന്നും ഇത് വലിയ തല പോകുന്ന കാര്യമൊന്നും അല്ല, അമ്പിളി അറിഞ്ഞാലും ആദിലിൻ്റെ കുടുംബത്തിനെ സഹായിക്കുന്ന കാര്യമാണ്. ഇതൊന്നും പറഞ്ഞ് വിനയൻ എന്തായാലും രഘുവിൻ്റെ മുന്നിൽ മുതലെടുക്കാൻ കഴിയില്ല. വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.